പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിലും അതേപോലെ തന്നെ കൊമേഴ്സിലൊക്കെ വരുന്ന പേപ്പറായ എക്കണോമിക്സ് കോഡ് നമ്പർ 318ന്റെ ചാപ്റ്റർ 11 ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിൽ 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും 11 4 ചാപ്റ്റർ മാത്രം ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചാൽ മതി. അതിൽ അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ സെക്കൻഡ് ബുക്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അറിയിക്കുന്നതാണ്. ഇതിൽ വരുന്നത് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂസസ്, അതേപോലെ തന്നെ മെത്തേഡ് നമ്മൾ വെയ്റ്റഡ് പറഞ്ഞു, അല്ല അൺവെയ്റ്റഡ് പറഞ്ഞു. ഇന്ന് എടുക്കാൻ പോകുന്നത് വെയ്റ്റഡ് മെത്തേഡാണ്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറാണ് വരുന്നത്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വെയ്റ്റഡ് പ്രൈസ് ആഗ്രിഗേറ്റ് മെത്തേഡാണ്. അതിൽ നമുക്ക് പ്രൈസും തന്നിട്ടുണ്ടാവും, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവും. ഈ വെയ്റ്റഡ് പ്രൈസ് ആഗ്രിഗേറ്റ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ലാസ്റ്റ് ഇയർ മെത്തേഡ്. ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്നാണ് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P1 Q0 ഇൻറ്റു ആണ്. ഇത് P1 എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ പ്രൈസ്, Q1 എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി, Q0 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വാണ്ടിറ്റി. ഇവിടെ പാസ്റ്റ് ഇയർ ഇൻഡെക്സ് നമ്പർ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇക്വേഷൻ മാറ്റമുണ്ട്. ഓക്കെ, ഇവിടെ P1 ഉള്ളത് ഇവിടെ എന്തായി P0 ആയി, Q0 ഉള്ളത് Q1 ആയി. ഇക്വേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്, മുകളിലത്തെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻസ് തരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ലാസ്റ്റ് ഇയർ ആണ്, പാസ്റ്റ് കേസ് ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പോൾ ഞാൻ ഒരു 4 ഐറ്റംസ് താഴേക്ക് തരുന്നുണ്ട്. A B C D. അടുത്ത കോളത്തിൽ നമ്മൾ പ്രൈസ് തരുന്നുണ്ട്. പ്രൈസ് നമുക്കൊരു വർഷം കൊടുക്കാം. 2023 പ്രൈസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ 2022 പ്രൈസ്. പിന്നെ പ്രൈസ് 2000 പ്രൈസ് 2010 23 17 19. ഇത് പി പ്രൈസ് 2023 ആണ്. അത് തന്നിരിക്കുന്നത് 11 25 17 20. അപ്പോൾ 2 വർഷത്തെ പ്രൈസ് വന്നാൽ ഇതിൽ ലേറ്റസ്റ്റ് വർഷമാണ് P1 എടുക്കേണ്ടത്. ഇതാണ് P1. അപ്പോൾ ഇത് P0 ആയിരുന്നു. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, വർഷങ്ങൾ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് Q1 ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ് ഇതിലേക്ക് ആവശ്യമാണ് കേട്ടോ. ക്വാണ്ടിറ്റി 2022, അതാണ് നമുക്ക് Q0 എന്ന് പറയുന്നത്. 20 55 63 28. ഈ ക്വാണ്ടിറ്റി 2023, അതാണ് Q1 എന്ന് പറയുന്നത്. 20 24 51 84 30. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് നമുക്ക് P0 Q0 Q1 ഇതൊക്കെ അറിയണമെങ്കിൽ വർഷം നോക്കിയാൽ മതി. ലേറ്റസ്റ്റ് വർഷമാണെങ്കിൽ അത് 1 ആയിരിക്കും, P1 Q1 ആയിരിക്കും. തൊട്ട് മുമ്പുള്ള വർഷമാണെങ്കിൽ അത് 0 ആയിരിക്കും, P0 Q0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് നമ്പറും വേണം, പാസ്റ്റ് കേസും ആണ്. ഫസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് നമ്പർക്ക് നമുക്ക് വേണ്ടത് P1 Q1 ആണ്. അപ്പോൾ P1 × Q1 ആണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. P1 Q1 ആണ്.
പിന്നെ വേണ്ടത് P1Q0 ആണ്. ഇത് നമ്മൾ രണ്ടും ആദ്യം കണ്ടുപിടിക്കും. P1 എത്രയാണ് നോക്കുക. ഫസ്റ്റത്തെ P1 എത്രയാണ്? 11 ആണ്. Q1 24. 11 × 24. അടുത്ത് നോക്കാം. 25 × 51. 25 × 51. അടുത്ത് നോക്കുക. 17 × 84. 17 × 84. അടുത്ത് 20 × 34. അപ്പൊ ആൻസറുകൾ നമ്മൾ നോക്കുമ്പോൾ വരുന്നത് 220, 1375, പിന്നെ വരുന്നത് 1071, പിന്നെ വരുന്നത് 560. ഇതിന്റെ ടോട്ടലാണ് സിഗ്മ P1Q1 3226. ഇനി നമുക്ക് കാണാം P1Q0 ആണ്. P1 എത്രയാണ്? 11 × 20. 11 × 20 കേട്ടോ. 11 × 20 എത്രയാണ് നോക്കാം. അത് P1Q0 25 × 55. 25 × 55. അടുത്ത് 17 × 63. തൊട്ടുള്ള രണ്ട് കോളങ്ങൾ നമ്മൾ കുടിക്കുകയാണ്. 20 × 28. 20 × 28. അപ്പൊ ആൻസർ ഒന്ന് നോക്കാം. P1Q0 ആണ്. ഓരോന്നും നോക്കാം. 11 × 20 നോക്കാം. ഇവിടെയാണ് 220 വരും കേട്ടോ. 220 അത് 25 × 1375 വരും കേട്ടോ. 1300. P1Q0 1375. അടുത്തത് 1071. അടുത്തത് 280, 560. ഇത് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് ചെറിയൊരു മാറ്റം ഉണ്ട്, നമ്മൾ നോക്കിച്ചിരണം. 11 × 24 എത്ര നോക്കണം. 264 കേട്ടോ. 264 ആണ്. അടുത്ത് നോക്കുക. 1275. അടുത്തത് 1428. 680. ടോട്ടല് 3647 ആണ് കേട്ടോ. 3647. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫേസിന്റെ ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സിഗ്മ P1Q1 അപ്പൊ എത്ര വരുന്നത്? 3647. 3647 ഡിവൈഡ് ബൈ പിന്നെ വേണ്ട P1Q0 ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടലാണ് 3226. 3226 ഇൻറ്റു 100 ഇങ്ങനെയാണ് വരും. 3647 ഡിവൈഡ് ബൈ 3227 ഇൻറ്റു 100. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസറുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ഥാനം അങ്ങനെ വരും കേട്ടോ. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ 3647 ഡിവൈഡ് ബൈ 32.26. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരും കേട്ടോ. ഇനി നമുക്ക് ഫാസ്റ്റ് കീസ് കണ്ടുപിടിക്കാം. ഫാസ്റ്റ് കീസ്ക്ക് വേണ്ട P1Q1 ആണ്. അത് ഇവിടെ ഉണ്ട്, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട P0Q1 ആണ്. P0Q1 ആണ്. P0 എത്ര? ഫസ്റ്റത്തെ P0 എത്രയാണ്? 10 ഇൻറ്റു Q1 24. 10 ഇൻറ്റു 24. അടുത്ത് നോക്കാം. 23 × 51. അടുത്ത്
17 × 84, അടുത്ത് 19 × 34. ആൻസർ നോക്കാം. 240, 1173, 1428, 646, ടോട്ടൽ 3487. ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പാസ് കേസിന് P1 Q1 ടോട്ടൽ ഇവിടെ എഴുതിയിട്ട് 3647 ഡിവൈഡ് ബൈ P0 Q1 ടോട്ടൽ 3487 ഇൻറ്റു 100 ഇൻറ്റു 100. അപ്പോൾ 104.58. 104.52. ഓക്കെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ എടുക്കാനുണ്ട്. അത് നമ്മൾ അടുത്തതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ഈ രണ്ടിൻ്റെ ഇക്വേഷൻ പഠിക്കുക, അതിനനുസരിച്ചിട്ട് ഗുണിച്ച് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഗുണിക്കുക, ഇക്വേഷന് നേരെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സുകൾ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ തുടർന്നുള്ള MSന്റെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളും ഞങ്ങൾ നൽകുന്നുണ്ട്. അതിൽ അഡ്മിഷൻ 1 മാസം കൊണ്ട്, SSLC +2 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം ഫ്രീ ആയി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അഡ്മിഷൻ മറ്റു കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.